എല്ലാരും ടാസ്ക് ഒക്കെ ചെയ്തോ? അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് തന്ന ടാസ്ക് എന്ന് പറയുന്നത് 3 എക്സാമ്പിൾ നിങ്ങൾ ചെയ്തത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു. അതിലൊരു എക്സാമ്പിൾ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്ത എക്സാമ്പിൾ വേറൊരാൾ ചെയ്യുക. അങ്ങനെ 3 പേര് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫസ്റ്റ് വൺ അഭിഷേക് yes. പറഞ്ഞോളൂ. ടാസ്ക് ചെയ്തതിൽ ഒരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ആ മതി മതി പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടിയ ഓക്കെ കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടിയായിരുന്നോ? ഓക്കെ നെക്സ്റ്റ് അടുത്ത ആരാണ് പറയാൻ പോകുന്നത്? നെക്സ്റ്റ് ഷഹന. ഷഹന പറഞ്ഞോളൂ. മാം ഞാന് സെറ്റിന്റെ പറയാം. സെറ്റിന്റെ യൂണിയനും ഇന്റർസെക്ഷനും കണ്ടു. ആദ്യം യൂണിയൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്തു, പിന്നെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ്, രണ്ട് പാരഗ്രാഫ്സ് ആണ്. യൂണിയൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ രണ്ട് സെറ്റിന്റെ യൂണിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കൊടുക്കും. ഇന്റർസെക്ഷനകത്ത് രണ്ട് സെറ്റിന്റെയും ഇന്റർസെക്ഷൻ കാണാനുള്ള ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ചൈൽഡ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്തിട്ട് അതിനകത്ത് യൂണിയൻ ആക്സസ് കൊടുക്കും. എന്നിട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുത്തിട്ട് നമ്മൾ രണ്ട് സെറ്റ്സും പ്രിന്റ് ചെയ്യിപ്പിച്ചു. പിന്നെ യൂണിറ്റ്സ് ഇന്റർസെക്ഷന്റെ സെറ്റും പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ്? അടുത്ത പറയൂ. ദേവപ്രയാഗ്. ഇന്ന് 3 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരെന്താ ജോയിൻ ചെയ്യാതെ? അറിയാവോ? ദേവപ്രയാഗ് പറഞ്ഞോളൂ. നെക്സ്റ്റ് ആ പറയൂ അതെങ്ങനാ ചെയ്തേ? ആദ്യം തന്നെ ഡിഫൈൻ ചെയ്ത് തന്നിട്ട് ഞാൻ രണ്ടുപേരും കൂടെ അപ്പൊ അത് എന്നിട്ട് അടുത്ത സബ്സ്ട്രാക്ഷൻ കൊടുത്ത് സബ്സ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് ഡിഫൈൻ ചെയ്തു. പിന്നെ റിട്ടേൺ എന്നിട്ട് മൂന്നാമത്തെ ഒരു ക്ലാസ് ഉണ്ടാക്കി, അത് ചൈൽഡ് ക്ലാസ്. അതില് ഈ രണ്ട് പാരാമീറ്റേഴ്സിനെ ആഡും സബും പിന്നെ അത് നമ്മളത് പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഡിസ്പ്ലേ ചെയ്യിച്ചു. ഓക്കെ അപ്പോൾ നാളെയാണ് നിങ്ങളുടെ സെമിനാർ പ്രസന്റേഷൻ വരുന്നത്. നിങ്ങളുടെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് നാളെയാണ് നിങ്ങൾ സെമിനാർ ചെയ്യുന്നത്. ഓക്കെ എല്ലാവരും ചെയ്യണം. റെക്കോർഡ് സെക്ഷൻ കാണുന്നവരാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും നാളെ നിർബന്ധമായിട്ട് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ സെപ്പറേറ്റ് ആയിട്ട് മെമ്പേഴ്സ് ആയിട്ട്? എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിക്കണം. നാളെയാണ് നമ്മുടെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന്റെ സെമിനാർ. ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കെ
ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നതെന്നാണ്. സോ നമ്മൾ ഇന്നലെ പഠിച്ച അതേ മെത്തേഡ് തന്നെ, അല്ലെങ്കിൽ ഇന്നലെ പഠിച്ച മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇനിറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതായത് സർക്കിളിന്റെ തന്നെ ക്ലാസ് ആണ്. സർക്കിളിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കുന്ന മറ്റ് രണ്ട് ക്ലാസ്സസ് എടുക്കുന്നു. എന്നിട്ട് ഇത് രണ്ടും വെച്ച് സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ് ആക്സസ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു മെത്തേഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണല്ലോ. അത് ഇനിറ്റ് മെത്തേഡിലേക്ക് വരുമ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ക്ലാസ് ഏരിയ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഒരു ഇനിറ്റ് ഫംഗ്ഷൻ കൊടുത്തു. അപ്പൊ റേഡിയസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ളിൽ 6 കൊടുക്കാം. ഓക്കെ. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ ആറിനെ ഇനിഷ്യലൈസ് ചെയ്യണം. ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, സെൽഫ് ഡോട്ട് ആർ ഈക്വൽ ടു ആർ, റേഡിയസ് നമ്മൾ കൊടുത്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അത് ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ കൊടുത്തു. ഡെഫ് ഏരിയ എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലേക്ക് ഈ ഒരു സർക്കിളിന്റെ ഏരിയ ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്തെടുക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഞാൻ റിട്ടേൺ ചെയ്യുന്നു, റിട്ടേൺ സെൽഫ് ഡോട്ട്, സോറി, ഫസ്റ്റ് 3.14 അല്ലേ കൊടുക്കണ്ടേ, 3.14 സ്റ്റാർ, ദെൻ റേഡിയസ് വരണം. സോ സെൽഫ് ഡോട്ട് ആർ കൊടുക്കുക, സെൽഫ് ഡോട്ട് റേഡിയസ് സ്റ്റാർ ആർ സ്ക്വയർ അല്ലേ, ആർ ഡബിൾ സ്റ്റാർ 2 കൊടുക്കുക. ഓക്കെ. നമ്മള് ഏരിയ കണ്ടുപിടിച്ച് വെച്ചു. ദെൻ നെക്സ്റ്റ് പെരിമീറ്ററിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് പാരന്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് പെരിമീറ്റർ അല്ലെങ്കിൽ ക്ലാസ് പെരി എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതില് ഈ ക്ലാസ്, അതായത് ഈ രണ്ട് ക്ലാസ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഫസ്റ്റ് ക്ലാസ് വേറെ, സെക്കൻഡ് ക്ലാസ് വേറെ. സോ ഞാൻ ഈ ക്ലാസ്സിനും എന്ത് ചെയ്യുന്നു, ഇനിറ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡെഫ് ഡബിൾ അണ്ടർസ്കോർ ഇനിറ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, സെൽഫ് കോമ, ഇവിടെ ഞാൻ 6 കൊടുക്കുന്നു. ഇവിടെയും റേഡിയസ് വേണമല്ലോ, സോ ഇവിടെ റേഡിയസ് കൊടുക്കുന്നു. ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടുത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഡെഫ് പെരി എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. പൈത്തൺ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലാസിന്റെ പേരിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്, പക്ഷെ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ഞാൻ സ്മോൾ ലെറ്റർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അല്ലാതെ രണ്ടും സെയിം അല്ല. ഡെഫ് പെരി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് 2πr ആണല്ലോ, സോ നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ 2 സ്റ്റാർ 3.14 3πr അല്ലേ, സോ സ്റ്റാർ സെൽഫ് ഡോട്ട് ആർ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെരിമീറ്റർ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അടുത്തത് കൊടുക്കാം. നെക്സ്റ്റ് ക്ലാസ് ആണ് അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ് സർക്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. സോ സർക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് കൊടുക്കുന്നു. ക്ലാസ് സർക്കിൾ, ഇതാണ് നമ്മുടെ ചൈൽഡ് ക്ലാസ്. അതായത് ഈ ക്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് രണ്ട് ക്ലാസ്സിന്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ബ്രാക്കറ്റിൽ നമുക്ക് കൊടുക്കാം സർക്കിൾ, കൊടുത്തതിന് ശേഷം ഏരിയ കൊടുക്കുക, അതുപോലെ പെരിമീറ്ററിന് പെരി എന്ന് പറഞ്ഞൊരു ക്ലാസ് കൂടി കൊടുക്കുക. ഓക്കെ. ഈ രണ്ട് ക്ലാസ് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. മുകളിലത്തെ ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെ ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിറ്റ് മെത്തേഡിൽ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. ആ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇനിറ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡെഫ് അണ്ടർസ്കോർ ഇനിറ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, റേഡിയസ് പാസ് ചെയ്ത് കൊടുക്കാം. റേഡിയസ് പാസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് റേഡിയസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഈ റേഡിയസ് എവിടെ നിന്നാണ് വരുന്നത്. സൂപ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് ഞാൻ എടുക്കുന്നു. സൂപ്പർ ഫംഗ്ഷൻ കൊടുക്കുക, ഡോട്ട് ഡബിൾ അണ്ടർസ്കോർ ഇനിറ്റ്. ഇനിറ്റിൽ നിന്നാണ് ഈ സൂപ്പർ കീവേഡ് വരുന്നത് മനസ്സിലാക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് എന്താണ് വരുന്നതെന്നും കൂടി കൊടുക്കുക. റേഡിയസ് ആണ് വരുന്നത്, സോ ഞാൻ 6 കൊടുത്തു. ദെൻ ഇവിടെ തന്നെ ഞാൻ അടുത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഡെഫ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എന്തൊക്കെ റിട്ടേൺ ചെയ്തെടുക്കും, സർക്കിളിന്റെ ഏരിയയും അതുപോലെ പെരിമീറ്ററും ആണ് ഇവിടെ റിട്ടേൺ ചെയ്തെടുക്കുന്നത്. സോ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു.
ഇതിലേക്ക് ഞാനിപ്പോ കൊടുക്കാൻ പോകുന്നത് പ്രിന്റ് ഫംഗ്ഷൻ ആണ്. പ്രിന്റ് ഏരിയ ഈസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഏരിയ ഈസ്, ഏരിയ ഇരിക്കുന്ന എവിടാണ്? സെൽഫ് ഡോട്ട്, എവിടെയാണ് ഏരിയ ഇരിക്കുന്നത്? സെൽഫ് ഡോട്ട് ഏരിയ എന്ന് പറഞ്ഞ് ഫംഗ്ഷനിലാണ്. സോ ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കാം. ഓക്കെ, ഏരിയ വിളിച്ചു. ദെൻ അതുപോലെ തന്നെ നമുക്ക് പെരിമീറ്റർ വിളിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് പെരിമീറ്റർ ഈസ് സെൽഫ് ഡോട്ട് പേര്. ഏരിയയും പെരിമീറ്ററും നമ്മളിവിടെ വിളിച്ചു കഴിഞ്ഞു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റേഡിയസും വിളിക്കണം. ഞാനിപ്പോ യൂസർ ഇൻപുട്ട് അല്ല, ഡയറക്റ്റ് തന്നെ കൊടുക്കുവാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ യൂസർ ഇൻപുട്ട് യൂസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോ ഡയറക്റ്റ് വാല്യൂ കൊടുത്ത് കാണിച്ചാൽ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഓ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ് സർക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ബ്രാക്കറ്റിൽ എന്ത് ചെയ്ത് കൊടുക്കാം? ബ്രാക്കറ്റിൽ നമുക്ക് എലമെന്റിനെയും വെച്ച് കൊടുക്കാം. ഞാനിപ്പോ 5 എന്ന് പറഞ്ഞ ഒരു നമ്പറാ കൊടുക്കുന്നതെങ്കിൽ റേഡിയസ് 5 ആയിരിക്കും. 5 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് ഷോ ചെയ്ത് കാണിക്കും. സോ ഇവിടുത്തെ കേസിൽ നമ്മൾക്ക് ഒരൊറ്റ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി, ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. നമുക്ക് എല്ലാത്തിന്റെയും ഔട്ട്പുട്ട് കിട്ടും. സോ ഓ ഡോട്ട് ഡിസ്പ്ലേ കൊടുക്കുക. റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് സർക്കിളിന്റെ ഏരിയയും പെരിമീറ്ററും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. കാര്യം നിങ്ങൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. സോ ഇത് ക്ലിയർ ആക്കുക, ചെയ്ത് നോക്കുക.
കംപ്ലീറ്റ് ചെയ്തോ? ചെയ്ത് നോക്കിയേ. ചെയ്ത് നോക്കിയോ? Please ചെയ്യുവാണോ? ദേവപ്രയ കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഒരു എക്സാമ്പിളും കൂടി പറയട്ടെ. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. അത് ക്ലിയർ ആവോ നോക്കുക. ഇതിപ്പോ ഓക്കെ ആണ് എങ്കിലും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സിംഗിൾ ഇൻഹെറിറ്റൻസിന്റെ മെത്തേഡ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞുതരാം. ഓക്കെ. ഒരു കാൽക്കുലേറ്റർ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് എ എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഈ ക്ലാസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇനിറ്റ് മെത്തേഡ് കൊടുക്കാം. സോ ഡെഫ് ഡബിൾ അണ്ടർസ്കോർ ഇനിറ്റ് ബ്രാക്കറ്റില് രണ്ട് നമ്പേഴ്സ് ഞാൻ എയും ബിയും കൊടുക്കുകയാണ്. ആ ബി എന്ന് പറഞ്ഞ് രണ്ട് നമ്പേഴ്സ് ഇനിഷ്യലൈസ് ചെയ്യുവാണ്. സെൽഫ് ഡോട്ട് എ ഈക്വൽ ടു എ കൊടുത്തു. അതുപോലെ സെൽഫ് ഡോട്ട് ബി ഈക്വൽ ടു ബി എന്നും കൊടുത്തു. എ ബി കൊടുത്തു. മെത്തേഡ് ഇവിടെ ഡിഫൈൻ ചെയ്തു. ദെൻ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ കൊടുക്കുവാണ്. എ ക്ലാസ്സിൽ ഡെഫ് മൾട്ടി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ് ഞാൻ കൊടുക്കുന്നത്. മൾട്ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് ആണ്. സോ റിട്ടേൺ ചെയ്യുന്നു റിട്ടേൺ സെൽഫ് ഡോട്ട് എ സ്റ്റാർ സെൽഫ് ഡോട്ട് ബി. ഓക്കെ. ഇതിന്റെ രണ്ടിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റിട്ടേൺ ചെയ്തെടുക്കുന്നത്. ദെൻ നമുക്ക് അടുത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അത് ഞാൻ ഒരു ക്ലാസ് ബി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്ലാസ്. സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇനിറ്റ് മെത്തേഡ് കൊടുക്കുന്നു. ഡെഫ് ഡബിൾ അണ്ടർസ്കോർ ബ്രാക്കറ്റില് ആണ് കൊടുത്തത്. ഞാൻ എക്സ് വൈ കൊടുക്കുക. അതൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്നതെന്നും കൂടി നമുക്ക് പഠിക്കാമല്ലോ. അപ്പൊ നേരത്തെ കേസിൽ ഞാൻ റേഡിയസ് 6 തന്നെ ആയിരുന്നു രണ്ട് ക്ലാസ്സിൽ കൊടുത്തത്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ എയും ബിയും സെക്കൻഡ് ക്ലാസ്സിൽ എക്സും വൈയും കൊടുത്തു. ഓക്കെ. എന്നിട്ട് ഞാൻ ഇതും ഇവിടെ എന്ത് ചെയ്യുന്നു? ഇനിഷ്യലൈസ് ചെയ്യുന്നു. സെൽഫ് ഡോട്ട് എക്സ് ഈക്വൽ ടു എക്സ്, അതുപോലെ സെൽഫ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സും വൈയും ഇവിടെ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ കൊടുക്കുന്നു. നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നു. ഡെഫ് ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. അതായത് ഇത് രണ്ടും ആഡ് ചെയ്തായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. സോ ഇവിടെ ഞാൻ റിട്ടേൺ ചെയ്തെടുക്കുന്നു. റിട്ടേൺ എക്സ് സെൽഫ് ഡോട്ട് എക്സ് പ്ലസ് സെൽഫ് ഡോട്ട് വൈ. ഇതാണ് ഞാനിവിടെ റിട്ടേൺ ചെയ്തെടുക്കുന്നത്. എക്സിനെയും വൈനെയും ഞാനിവിടെ ആഡ് ചെയ്തു. അപ്പൊ എ ക്ലാസ്സും ബി ക്ലാസ്സും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സി ക്ലാസ് റെഡിയാക്കാം. ആ ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത്? എ ക്ലാസ്സിനെയും ബി ക്ലാസ്സിനെയും ആക്സസ് ചെയ്തെടുക്കുന്നത്. സോ ക്ലാസ് സി ക്രിയേറ്റ് ചെയ്തു. ബ്രാക്കറ്റിൽ കൊടുക്കുക. എനെയും ബിനെയും നമ്മൾ ആക്സസ് ചെയ്യുന്നു. അത് രണ്ടും കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സി ക്ലാസ്സിന് പറഞ്ഞു കൊടുക്കുക ഇനിറ്റ് മെത്തേഡില് എക്കും ബിക്കും ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സി ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനിറ്റ് ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഇനിറ്റിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് സെൽഫിന്റെ കൂടെ തന്നെ കൊടുക്കാം. എന്തൊക്കെ വരുന്നുണ്ട്? എ വരുന്നുണ്ട്, ബി വരുന്നുണ്ട്, എക്സ് വരുന്നുണ്ട്, വൈ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? വരുന്നുണ്ട്. എയും ബിയും എക്സും വൈയും എന്ത് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാനുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക എയും ബിയും ഏത് ഇനിറ്റ് മെത്തേഡിൽ നിന്ന് വരുന്നു, അതുപോലെ എക്സും വൈയും ഏത് ഇനിറ്റ് മെത്തേഡിൽ നിന്ന് വരുന്നു. സോ എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് വരുന്നതാണ് എന്ത്? ഇപ്പൊ സൂപ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. സൂപ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത് ഇനിറ്റ് മെത്തേഡിൽ നിന്നും ആട്രിബ്യൂട്ട്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മൾട്ടിപ്പിൾ ടെൻസ് ഒക്കെ ആവുമ്പോൾ മൾട്ടിപ്പിൾ ക്ലാസ് വരുമല്ലോ. സോ സൂപ്പർ എന്നുള്ള കീവേഡ് നമുക്ക് യൂസ് ചെയ്ത് ചില കേസിൽ മൾട്ടിപ്പിൾ ആയിട്ട് വരുമ്പോൾ കിട്ടില്ല. പക്ഷെ കഴിഞ്ഞ മെത്തേഡിൽ നമ്മൾ ചെയ്തത് രണ്ടും സെയിം ആട്രിബ്യൂട്ട് ആയതുകൊണ്ടാണ്, 6 എന്ന് പറയുന്ന സെയിം ആട്രിബ്യൂട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയത്. ഇവിടുത്തെ കേസിൽ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ
നമുക്ക് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ ആട്രിബ്യൂട്ട് വരുമെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതായത് എ ക്ലാസ്സിലെ ഇനിറ്റ് മെത്തേഡിൽ നിന്ന് വരുന്നതാണ് എന്ത് എയും ബിയും. സോ എന്ത് ചെയ്യുക, എ ഡോട്ട് ഇനിറ്റ് സെൽഫ് എന്ത് ചെയ്യുക, എ ബി എന്ന് കൊടുക്കുക. അതായത് എ ക്ലാസ്സിൽ നിന്ന് വരുന്നതാണ് എയും ബിയും, എ ക്ലാസ്സിലെ ഇനിറ്റ് മെത്തേഡിൽ നിന്ന് വരുന്നതാണ് എയും ബിയും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ ബി ക്ലാസ്സിന്റെ ഇനിറ്റ് മെത്തേഡിൽ നിന്ന് വരുന്നതാണ് ബി അണ്ടർസ്കോർ ഇനിറ്റ്, ബി ക്ലാസ്സിന്റെ ഇനിറ്റ് മെത്തേഡിൽ നിന്ന് വരുന്നതാണ് എന്ത് എക്സും വൈയും എന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുക, എക്സ് കോമ വൈ. അപ്പൊ എയുടെയും ബിയുടെയും ക്ലാസ്സിൽ നിന്നാണ് ഇവർ വരുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഡെഫ് ഡിസ്പ്ലേ, ഈ ഫംഗ്ഷനിലാണ് എന്ത് റിട്ടേൺ ചെയ്യുന്നത്, നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ഇത്രയും കാര്യം, അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ. സോ ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്യുന്നു, പ്രിന്റ് സം ഈസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ എന്ത് ചെയ്യാം, ആഡ് സെൽഫ് ഡോട്ട് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുക. അതുപോലെ നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, പ്രിന്റ് മൾട്ടിപ്ലിക്കേഷൻ ഈസ്, മൾട്ടിപ്ലിക്കേഷൻ എവിടെ ഇരിക്കുന്നത്, സെൽഫ് ഡോട്ട് മൾട്ടി എന്ന് പറയുന്ന ക്ലാസ്സിലാണ്. സോ മൾട്ടി എന്ന് പറയുന്ന ക്ലാസ് വിളിച്ചു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് കോൾ ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ യൂസർ ഇൻപുട്ട് യൂസ് ചെയ്യാതെ ഡയറക്റ്റ് വാല്യൂ കൊടുത്തിട്ടായിരുന്നു ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ യൂസർ ഇൻപുട്ട് യൂസ് ചെയ്ത് തന്നെ ചെയ്യുക. ഞാനിപ്പോൾ വാല്യൂ കൊടുത്ത് ചെയ്യുവാണ്, കാര്യം ഇല്ലെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറയും. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കൊടുക്കുവാണേ. ഒബിജെ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് സി എന്ന് പറയുന്ന ക്ലാസ്സിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇനി ബ്രാക്കറ്റിൽ കൊടുക്കുക എന്തൊക്കെ നമ്പേഴ്സ് വരുന്നുണ്ട്. ഞാനിപ്പോ നമ്പേഴ്സ് കൊടുക്കുകയാണ് 5,2,6 10,7. ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എക്സിലേക്ക് വൈയും, സോറി എയിലേക്ക് 5ഉം ബിയിലേക്ക് 2ഉം എക്സിലേക്ക് 10ഉം വൈയിലേക്ക് 7ഉം ഓട്ടോമാറ്റിക്കലി ആക്സസ് ചെയ്തെടുക്കും. നമ്മൾ ഒബ്ജക്റ്റിൽ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എ ഫുൾ കോളൻ 5. ഇത് എ ബി സി, എ ബി എക്സ് വൈ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതാണ്, ഞാൻ അവിടെ കൊടുത്തതല്ല. സോ നിങ്ങളും ഇങ്ങനെ തന്നെ കൊടുക്കാൻ നോക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കുക, യൂസർ ഇൻപുട്ട് കൊടുക്കുക. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ഓരോ ആട്രിബ്യൂട്ടിലേക്കും ഏത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത് ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഡിസ്പ്ലേ ചെയ്യുക, ഒബിജെ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുക. അപ്പൊ നമുക്കിത് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും, അഡിഷനും മൾട്ടിപ്ലിക്കേഷനും. ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? അതെ, നമുക്ക് സമ്മ് 17ഉം അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ 10ഉം കിട്ടിയിട്ടുണ്ട്. 5 into 2 10 and 10 plus 7 17 കിട്ടിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല മിസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ചെയ്ത് നോക്കുക. ചെയ്യുന്ന ടൈമിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. കാര്യം ഇതുപോലെ ഒരു എക്സാമ്പിൾ ആയിരിക്കണം നിങ്ങൾ നാളെ സെമിനാറിന് ചെയ്യേണ്ടത്. ഓക്കെ, ചെയ്യുക.
ഞാനിപ്പോൾ അഡീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ സബ്ട്രാക്ഷൻ കൊടുക്കുക. സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ഡിവിഷൻ കൊടുക്കുക. തേർഡ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്പ്ലേ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒരു മോഡലസും കൂടി കണ്ടുപിടിച്ച് വെക്കുക. അതായത് ഇപ്പം ഞാൻ കൊടുത്ത മെത്തേഡ് അല്ലാതെ നിങ്ങളേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ 2 മെത്തേഡ്സും കൂടി കൊടുക്കുക ഈച്ച് ക്ലാസ്സിലായിട്ട്. അതുപോലെ തന്നെ സി ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ് ക്ലാസ്സിൽ എക്സ്ട്രാ ഒരു ഫംഗ്ഷൻ കൂടി കൊടുക്കണം. ആ ഫംഗ്ഷൻ മേളിലത്തെ എന്തായാലും നമ്മൾ ആക്സസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആട്രിബ്യൂട്ട്സ്, ആ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്ത് ഒരു ഫംഗ്ഷൻ കൊടുക്കുക. 2 ഫംഗ്ഷൻ കൊടുത്താലും കുഴപ്പമില്ല. 2 ആട്രിബ്യൂട്ട്സ് എടുക്കുന്ന രീതിയിൽ ഫംഗ്ഷൻ കൊടുത്താലും ഓക്കെയാണ്. ചെയ്ത് നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ നാളത്തെ സെമിനാറിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ട്രൈ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ടാസ്ക് ആയിട്ട് ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അതുപോലെ നാളത്തെ സെമിനാറും കൂടി ഓക്കെ ആക്കുക.